We are almost 6 riders, including Rahul Gandhi. നമ്മളെല്ലാവരും യൂസ് ചെയ്തത് KTM Adventure 390 എന്ന് പറയുന്ന ബൈക്കാണ്. പുള്ളി യൂസ് ചെയ്തത് സെയിം ബൈക്ക് തന്നെ, പക്ഷേ അത് പുള്ളിൻ്റെ ഓൺ ബൈക്കാണ്. അതൊരു ബെസ്റ്റ് പാർട്ടാണ്. ആൻഡ് വാട്ട് ഹി ഡൺ ഇസ് ലൈക്ക് പുള്ളി ഡൽഹിയിൽ നിന്ന് ആ ബൈക്ക് ലേക്ക് കൊണ്ടുവന്നു. ആ ബൈക്ക് തന്നെ ഓടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് KTM കമ്പനി ഈസ് റെഡി ടു ഗീവ് എ ബ്രാൻഡ് ന്യൂ ബൈക്ക് ഫോർ ഓൾ ദ റൈഡേഴ്സ്. ബട്ട് ഹി സെഡ് എനിക്ക് എൻ്റെ ബൈക്ക് തന്നെ മതി. പിന്നെ അത് പുള്ളി ഒരു 3,500 കിലോമീറ്റർ വരെ ഓടിച്ചിട്ടുള്ളൂ. പുള്ളി ആ ബൈക്ക് തന്നെ അവിടേക്ക് കൊണ്ടുവന്നു. ആ ബൈക്കിലാണ് നമ്മൾ ഫുള്ള് റൈഡ് കംപ്ലീറ്റ് ചെയ്തത്. ലേ ലഡാക്ക് എന്ന് പറയുന്നത് റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാരഡൈസ് ആണ്. അത് ഏതൊരാൾക്കാണെങ്കിലും ഒരു ഇന്ത്യയിൽ ഏറ്റവും വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻ്റ് എന്ന് ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലേ ലഡാക്കിൽ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് അത് വൺ സൈഡിൽ അതുണ്ട്. പക്ഷേ ഇത്രയും പോലീസ് സന്നാഹത്തോട് കൂടിയിട്ട് 6 ബൈക്കിന് ഏകദേശം നമ്മൾ ഈ തമിഴ് കന്നഡ മൂവിയിലൊക്കെ കാണുന്ന പോലെ ഒരു 20-25 കാർസാണ് പ്രൊട്ടക്ഷന്. ഫ്രണ്ടിൽ 2 പോലീസ് വെഹിക്കിൾ ആദ്യം പോകും. അവർ പോയിട്ടുണ്ടെങ്കിൽ ആ റൂട്ടിൽ വരുന്ന വാഹനങ്ങളൊക്കെ അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. ബാക്കിൽ ഒരു VVIP Z+ കാറ്റഗറിയിൽ വരുന്ന ആളാണല്ലോ പുള്ളി. ആണെന്ന് തോന്നുന്നു എനിക്ക്. പുള്ളി പ്രൊട്ടക്ഷൻ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പോകുന്ന റൂട്ടിൽ ഇങ്ങനെ ഒരാൾ പോലും ഉണ്ടാവില്ല. നമ്മൾക്ക് എല്ലാവരും സൈഡാക്കിയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ രാജകീയമായിട്ട് വരുന്നു. നമ്മൾ പിന്നിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ പോലീസാണ് ബാക്കിൽ. വണ്ടർഫുൾ എക്സ്പീരിയൻസ്, ഗൂസ് ബംസ് ആണ്. ഇപ്പോൾ ഒരു 1.5 മാസമായി. ബട്ട് സ്റ്റിൽ ഐ ആം ഇൻ ദാറ്റ് റൈഡ്. നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വി ആർ കണക്റ്റിംഗ് വിത്ത് ബ്ലൂടൂത്ത് ഡിവൈസ്. നമ്മളൊരു ബ്ലൂടൂത്ത് ഡിവൈസിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ടിൽ ഈവനിങ് നമ്മളിങ്ങനെ സംസാരിച്ചിട്ടാണ് യാത്ര ചെയ്യുക. അത് സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ സംസാരിക്കുമോ അതിലും ഭംഗിയായിട്ട് നമുക്ക് കേൾക്കാനും സംസാരിക്കാനും സാധിക്കുന്ന ഡിവൈസുകളാണ് ഇതൊക്കെ. പലപ്പോഴും അതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള ഒരാളായിട്ട് സംസാരിക്കാൻ എത്രമാത്രം പറയാൻ പറ്റും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തപ്പം തന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത്, പക്ഷേ ഒന്നും പറയാൻ പറ്റുന്നില്ല ആളോട് അങ്ങനെ വലിയൊരു മനുഷ്യനല്ലേ, ആളോട് നമുക്കത് പറയാനൊരു ബുദ്ധിമുട്ട്. ബിക്കോസ് ഹീ ഈസ് നോട്ട് ആൻ എക്സ്പേർട്ട് റൈഡർ. പക്ഷേ ആൾ ബൈക്ക് ഓടിക്കാറുണ്ട്. ഇന്ത്യയിൽ ഓടിക്കുന്നതിലും കൂടുതലായിട്ട് പല വിദേശ രാജ്യങ്ങളിൽ ആൾ ഓടിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ടെറൈൻ എന്ന് പറയുന്നത് വെരി ടഫ് ടെറൈൻസ് ആണ്. ഇവിടെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഈ ലേ ലഡാക്കിലെ ടെറൈൻസ് ഇസ് വെരി ഡിഫിക്കൾട്ട്. എസ്പെഷ്യലി എന്താണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ ഒരു ഓക്സിജൻ ലെവൽ ഇസ് വെരി ലോ. അവിടെ ഇപ്പോൾ എത്ര വലിയ എക്സ്പേർട്ട് റൈഡേഴ്സ് ആണെങ്കിലും ആ സെറ്റിൽ ആവാനൊക്കെ ഒരു ടൈം എടുക്കും. നമുക്ക് ആ ഒരു ബോഡി കംപ്ലീറ്റ് ഒരു ഫീൽ ഒരു വല്ലാത്തൊരു ഫീൽ ഒരു ബിസി ഫീൽ വരും. ഈ സാധനത്തിൽ പുള്ളി നമ്മൾ എത്രമാത്രം പുള്ളിനോട് റൈഡിങ്ങിൻ്റെ കാര്യങ്ങൾ പറയുന്നു, പുള്ളി അതൊക്കെ കേട്ടിട്ട് ഒരു ടയേർഡ്നെസ്സും കാണിക്കാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മളിപ്പോൾ ഒരു വാട്ടർ ക്രോസിംഗ് ആണെങ്കിലും റൈഡിങ് പൊസിഷൻ ഇങ്ങനെ നമ്മൾ പിടിക്കണം. കാല് നമ്മൾ പല